Spoken English Present Perfect Tense. Present Perfect Tense ഉപയോഗിക്കാൻ ഹാസ് ഹാവിൻ്റെ കൂടെ V3 ഫോം ഉപയോഗിക്കുന്നു. I have gone, you have gone, we have gone, she has gone എന്നിങ്ങനെ I, you, we, they എന്നിവയുടെ കൂടെ have, she, he ആരുടെയെങ്കിലും പേര് എന്നിവയുടെ കൂടെ has ഉപയോഗിക്കുന്നു. ഇത് ക്വസ്റ്റ്യനായി മാറ്റുകയാണെങ്കിൽ ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ എന്നതിലെ ഷീ ഹാസ് നേരെ തിരിച്ച് ഹാസ് ഷീ എന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചോദ്യരൂപത്തിൽ മാറുന്നു. ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ, ഹാസ് ഷീ ഗോൺ ടു സ്കൂൾ, ഹാസ് ഷീ ഈറ്റൻ ചൈനീസ് ഫുഡ്, ഹാവ് യു ഈറ്റൻ ചൈനീസ് ഫുഡ് എന്നിങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ നിർമ്മിക്കാം. എക്സാമ്പിൾസ്: നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോ? ഹാവ് വി മെറ്റ് ബിഫോർ? നീ എൻ്റെ ഫോൺ കണ്ടോ? ഹാവ് യു സീൻ മൈ ഫോൺ? നീ അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയോ? ഹാവ് യു ഫിനിഷ് യുവർ അസൈൻമെൻറ്റ്? നീ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയോ? ഹാവ് യു സ്റ്റാർട്ടഡ് യുവർ ഹോംവർക്ക്? ആരെങ്കിലും ബുക്ക് വാങ്ങിയിട്ടുണ്ടോ? ഹാസ് എനിവൺ ബോട്ട് ബുക്ക്? നീ നിന്റെ ഇമെയിൽ നോക്കിയിട്ടുണ്ടോ? ഹാവ് യു ചെക്ക്ഡ് യുവർ ഇമെയിൽ? നീ ജോലി പൂർത്തിയാക്കിയോ? ഹാവ് യു ഫിനിഷ് യുവർ വർക്ക്? നീ മീറ്റിങ്ങിന് വേണ്ടി തയ്യാറായോ? ഹാവ് യു പ്രിപ്പയർഡ് ഫോർ മീറ്റിംഗ്? നീ പ്രസൻറ്റേഷന് വേണ്ടി തയ്യാറായോ? ഹാവ് യു പ്രിപ്പയർഡ് ഫോർ പ്രസൻറ്റേഷൻ? നീ ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഓർമ്മിക്കുക, ഹാവിൻ്റെ കൂടെ എപ്പോഴും V3 ഫോം തന്നെ ഉപയോഗിക്കണം. നീ ഒരു പുതിയ ജോലിക്ക് വേണ്ടി നോക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചുവോ? ഹാവ് യു കൺസിഡേർഡ് ലുക്കിംഗ് എബൌട്ട് എ ന്യൂ ജോബ്? സത്യം തുറന്നു പറയുന്നതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഹാവ് യു തോട്ട് എബൌട്ട് ടെല്ലിംഗ് ദ ട്രൂത്ത്? നീ ഇമെയിൽ അയച്ചുവോ? ഹാവ് യു സെൻഡ് ഇമെയിൽ? ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുൻപത്തെ സ്ലൈഡിൽ നൽകിയിട്ടുണ്ട്. താങ്ക് യു.